യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. കണ്ണൂർ ACP TK രത്നകുമാറിനെയും ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയെയും ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. അർജുൻ കല്യാൺ നൽകും വിവരങ്ങൾ. അർജുൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ITIയിൽ നടന്നിട്ടുള്ള SFI KSU സംഘർഷത്തിന് പിന്നാലെ പോലീസ് SFI പ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കിടന്ന KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായി KSUവിനെതിരായിട്ടുള്ള നിലപാടാണ് ഉണ്ടാവുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ പത്രസമ്മേളനം ഉൾപ്പെടെ വിളിച്ച് പ്രതികരിച്ചതാണ്. ആ ഘട്ടത്തിലാണ് ഈ പ്രതികരണത്തിനിടയിൽ ഈ ടൗൺ CI ശ്രീജിത്ത് കോടേരിയും ACP TK രത്നകുമാറും ഈ KSU വിദ്യാർത്ഥികളെ ഇങ്ങനെ തെരുവിൽ തല്ലാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ യൂത്ത് കോൺഗ്രസും ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തെരുവിൽ അടിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണി പെടുത്തലുണ്ടായത്. ആ സംഭവത്തിലാണ് അല്ലെങ്കിൽ ആ പ്രതികരണത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ടൗൺ SI ഷമീൽ PP പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. BNS 192 പ്രകാരം കലാപാഹ്വാനത്തിനാണ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗം തന്നെ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ശ്രദ്ധേയമായി വീക്ഷിക്കുകയും ചെയ്യുന്നത്. സുജയ.